ഫ്രണ്ട്സ്, എൻ്റെ പേര് സെഡ്രിക് ടിൻറ്റോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെയിൻറ്റ് എവുപ്രാസ്യ അമ്മയെ കുറിച്ചാണ്. 1877 ഒക്ടോബർ 17 എവുപ്രാസ്യ അമ്മ ജനിച്ചത്. കാട്ടൂർ എന്ന ഗ്രാമത്തിൽ വിശുദ്ധ എവുപ്രാസ്യ അമ്മ ജനിച്ചു. എലുത്തിങ്കൽ ചെറുപ്പക്കാരൻ അന്തോണിയുടെയും കൂനിലയുടെയും മകളായി അവൾ ജനിച്ചു. ജനിച്ച 8ാം നാൾ അവളെ മാമോദീസ മുക്കി റോസ എന്നുള്ള പേര് നൽകി. റോസയുടെ അമ്മ അവൾക്ക് ദൈവം നൽകിയ ഒരു വരദാനമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആത്മബന്ധം അവൾക്ക് അവളുടെ അമ്മയിൽ നിന്ന് തന്നെ ലഭിച്ചു. പണ്ട് ഈ പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം അയച്ചു കഴിക്കുന്ന ഒരു സമ്പ്രദായം ആയിരുന്നു അന്ന്. റോസയുടെ പിതാവ് അന്തോണി അവളെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് അയക്കാൻ വിചാരിച്ചു. പക്ഷേ അവൾക്കൊരു കന്യാസ്ത്രീ ആകണമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞു. പക്ഷേ അവളുടെ പിതാവ് അന്തോണി ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് റോസയുടെ സഹോദരി കൊച്ചു തെരേസ്യ പെട്ടെന്ന് മരണപ്പെട്ടു. റോസയുടെ പിതാവ് അന്തോണി അയാൾ റോസയെ കന്യാസ്ത്രീ മഠത്തിൽ വിടാത്തതുകൊണ്ട് കിട്ടിയ ദൈവശിക്ഷയാണെന്ന് വിചാരിച്ച് ഭയപ്പെട്ടു. അങ്ങനെ റോസയെ അയാൾ മഠത്തിലേക്ക് കന്യാസ്ത്രീ ആവാൻ വിടാൻ സമ്മതിച്ചു. റോസയുടെ മഠത്തിലുള്ള ജീവിതം ഭയങ്കര ദുരിത നിറഞ്ഞതായിരുന്നു. എല്ലാ രോഗങ്ങൾ അവളുടെ ആരോഗ്യത്തിന് ക്ഷയിപ്പിച്ചു. റൊമാറ്റിസം എന്ന രോഗം ബാധിച്ച് അവൾ മരണത്തിൻ്റെ വാതിക്കലെത്തി. പെട്ടെന്ന് അവൾക്കൊരു ദർശനമുണ്ടായി. അവൾ ഒരു കന്യാസ്ത്രീ ആവുകയും വയസ്സായിട്ട് അവൾ മരിക്കുകയുമെന്ന് അതിലൂടെ മാതാവും വാസുപിതാവും ഉണ്ണീശോയും പറഞ്ഞു. തുടർന്ന് അവൾ ആരോഗ്യവതിയായി. 1897 അവൾ ഒല്ലൂരിൽ വ്രതവാഗ്ദാനം ചെയ്യുകയും എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെ ഒരു കന്യാസ്ത്രീ അച്ചടക്ക ബോധത്തോടെയും സമർപ്പണ ബോധത്തോടെയും ജീവിക്കണമെന്ന് എവുപ്രാസ്യ അമ്മ അവരെ പഠിപ്പിച്ചു. അവരെന്തെങ്കിലും തർക്കമുണ്ടായെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞു തീർക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചിരുന്നു. 75 വയസ്സിൽ നമ്മുടെ എവുപ്രാസ്യ അമ്മ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു. 23 നവംബർ 2014 ഫ്രാൻസിസ് പോപ്പ് അവളെ ഒരു വിശുദ്ധിയാക്കി പ്രഖ്യാപിച്ചു. വിശുദ്ധ എവുപ്രാസ്യയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ.